ഹലോ കൂട്ടുകാരെ, ഇന്ന് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കാണിച്ചു തരുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പൊടിയൊക്കെ ഒന്ന് കട്ട പിടിക്കാതിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടും നമ്മൾ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അടിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ഈ വട്ടയപ്പം തയ്യാറാക്കുന്നത്. വേറെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഒറ്റയടിക്ക് തന്നെ നമുക്ക് വട്ടയപ്പത്തിൻ്റെ കൂട്ട് കിട്ടും. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങാ ചിരുവേത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് തേങ്ങാ ചിരുവേതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്കൊരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ വട്ടയപ്പത്തിന് ആവശ്യത്തിനുള്ള മധുരമൊക്കെ വേണം. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അല്ല, സാധാരണ ഈസ്റ്റാണ്. അതും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുത്ത് സ്വല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ വെള്ളം ഒരുപാട് കൂടിപ്പോവരുത്, ഈ ഒരു പാകത്തിൽ മാത്രം എടുക്കുക. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മുങ്ങി കിടക്കുന്ന രീതിയിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി വെള്ളം വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വീണ്ടും പിന്നെ ഒഴിക്കാവുന്നതാണ്. അപ്പം നല്ലതുപോലെ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 4 ഏലക്ക 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് അരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് നല്ലതുപോലെ ഇളക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് വെക്കാം ഒരു 5 മണിക്കൂർ. അപ്പോൾ 5 മണിക്കൂറിന് ശേഷം നമ്മുടെ മാവൊക്കെ നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു തവി ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഭയങ്കര സ്പീഡിൽ നല്ലതായിട്ട് ഇതിൻ്റെ ബബിൾസ് പൊട്ടിപ്പോകുന്ന രീതിയിൽ ഇളക്കി കൊടുക്കണ്ട. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇടിയപ്പത്തിൻ്റെ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അത് തിളക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇഡ്ഡലി പാത്രത്തിലുള്ള വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ചോറും പാത്രം ഉണ്ട് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ചോറ്റും പാത്രത്തിൽ നന്നായിട്ട് എണ്ണ തടവിയിട്ടുണ്ട്. അപ്പോൾ ചോറും പാത്രത്തിന് പകരം നിങ്ങൾക്ക് പണ്ടത്തെ നമ്മുടെ സ്റ്റീലിൻ്റെ കിണ്ണം എടുത്താൽ മതി. അതിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വട്ടയപ്പം ശരിയായി കിട്ടുള്ളൂ. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു ഇത്രയും വീതി ഇതൊരു വിസ്തൃതം ഉണ്ടാവില്ലല്ലോ. അപ്പം മുകളിലേക്ക് പോയിട്ട് ചെറുതായിട്ട് മുകളിലൊന്ന് പൊട്ടും. അപ്പോൾ കിണ്ണമാണെങ്കിൽ കറക്റ്റായിട്ട് ആ പാകത്തിൽ കിട്ടും. അപ്പോൾ കുറച്ച് മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ. അപ്പോൾ ഇത് മുകളിലോട്ട് പൊന്തി വരും. അപ്പോൾ ഒരു കേക്കിൻ്റെ പോലെയൊക്കെ ആയിട്ട് മുകളിലോട്ട് പൊന്തി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ കിണ്ണം എടുക്കുകയാണെങ്കിൽ നല്ല പരന്ന് തന്നെ നമുക്ക് വട്ടയപ്പം തയ്യാറായിട്ട് കിട്ടും. അപ്പോൾ ഇത് ആദ്യം ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം ഒന്ന് തുറന്നിട്ട് നമുക്കിതിന് നടുവിലായിട്ട് ഒരു മുന്തിരി വെച്ച് കൊടുക്കണം. അപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴേ ഞാനത് തുറന്നിട്ട് അതിൻ്റെ നടുവിൽ ഒരു മുന്തിരി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊരു 15 മിനിറ്റ് വേവിച്ചെടുക്കണം. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴും ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. വട്ടയപ്പൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുകളിൽ ചെറിയൊരു ക്രാക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് നിങ്ങൾ പരന്ന പാത്രം തന്നെ എടുക്കണേ. എന്നാലേ നമുക്ക് ആ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ് കിട്ടുകയും ചെയ്യുള്ളൂ. അപ്പോൾ എനിക്കത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇതുപോലെ ഒരു ചോറും പാത്രം എടുത്തിരിക്കുന്നത്. അതിന് നമുക്ക് നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രം പാത്രത്തിൽ നിന്ന് വിടിച്ചെടുത്താൽ മതി. അപ്പോൾ അത് നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വട്ടയപ്പം നമുക്കിവിടെ തയ്യാറാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് അരിപ്പൊടിയൊക്കെ ഉപയോഗിച്ചിട്ട് പച്ചരി കുതിർത്താതെയൊക്കെ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് വേഗം തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് യൂസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ നമുക്ക് പുതിയ എപ്പിസോഡിൽ പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.